Hey guys, welcome back to my YouTube channel. Yes, I am here. ശരിയാണ്, ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്. പക്ഷേ വീഡിയോയിലായിട്ട് ഐ ആം സോറി. ഓക്കെ, ദെൻ നമ്മൾക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മോഡ്യൂളിൽ ബാക്കി നിൽക്കുന്നത് ചില ഇൻസ്ട്രുമെൻറ്റ്സ്, ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ അങ്ങനത്തെ ചില സാധനങ്ങളാണ്. അത് നമ്മൾ ബയോകെമിസ്ട്രി ഭാഗത്ത് പഠിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത്. അപ്പം ആ ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ച ഭാഗവും അതുപോലെ തന്നെ ക്ലിനിക്കൽ പത്തോളജി നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അതും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു PYQ ആണ്. നമ്മൾ റിവിഷന് പകരമായിട്ട് ഞാൻ ഈ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള PYQs ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ഭാഗത്തു നിന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമുള്ളത്. നോക്കാലോ. ഓൾ ഓഫ് ദി ഫോളോവിങ് ടെസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് എഫിക്കസി ഓഫ് ഡിസ്ഇൻഫെക്റ്റൻറ്റ് എക്സെപ്റ്റ് ഏതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ. എല്ലാ ക്വസ്റ്റിനും ഞാൻ ഓപ്ഷൻ വെച്ചിട്ടില്ല കേട്ടോ, ഉള്ളത് ജസ്റ്റ് നോക്കി പോവാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഡിസ്ഇൻഫെക്റ്റൻറ്റിൻ്റെ എഫിഷ്യൻസി അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളിൽ പെടാത്തത് ഏത്, അതായത് അല്ലാത്തത് ഏതെന്നുള്ളതാണ്. ആ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം. ചിക്മാർട്ടിൻ ടെസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്, ഇൻയൂസ് ടെസ്റ്റ്, കെൽസി-6 ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ ഡി സെർണീസ് ടെസ്റ്റ് ഇതിനുള്ള ടെസ്റ്റ് അല്ല, നമ്മൾ കേട്ടിട്ട് കൂടി ഇല്ല. ഐ മീൻ നമ്മളിപ്പോൾ എടുത്ത ടോപ്പിക്കിൽ ഇത് കേട്ടിട്ടില്ല അല്ലേ. അപ്പം നമുക്കതാണ് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഇതൊന്നും കാണാത്തവർ വീഡിയോസ് ഫസ്റ്റ് പാർട്ട് തൊട്ട് നമ്മുടെ ജയിലിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള MLT ടോപ്പിക്കിൻ്റെ ക്ലാസ് ആക്ച്വലി അധികം ടൈമിംഗ് ഒന്നുമില്ല, 6-7 പാർട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഞാൻ, പക്ഷേ അധികം ടൈം കൺസ്യൂമിങ് അല്ല. സോ കേൾക്കാൻ ശ്രമിക്കാം. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിസ്ഇൻഫെക്റ്റൻറ്റിൻ്റെ കാര്യമൊക്കെ. ദെൻ എമംഗ് ദി ഫോളോവിങ് മെത്തേഡ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് വേ ടു ക്ലീനിങ് ലബോറട്ടറി ഗ്ലാസ് വെയർ. ഇതും പറഞ്ഞതാണ്. ഓക്കെ, അതിനകത്ത് ഓപ്ഷൻസ് വായിച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട, കറക്റ്റ് ആൻസർ മാത്രം നോക്കുക. സോപ്പ് വാട്ടർ, പിന്നെ ടാപ്പ് വാട്ടർ, പിന്നെ ഡീഅയണൈസ്ഡ് വാട്ടർ, പിന്നെ എയർ ഡ്രൈ. നമ്മൾ യൂസ് ചെയ്തൊരു ഗ്ലാസ് വെയർ നമ്മൾ ലാബിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സോപ്പ് വാട്ടർ, പിന്നെ ടാപ്പ് വാട്ടർ, ഡീഅയണൈസ്ഡ് വാട്ടർ, എയർ ഡ്രൈയിങ്, ഇതാണ് ആ ഒരു മെത്തേഡ്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ന്യൂ ആയിട്ടുള്ള ഗ്ലാസ് വെയർ എങ്ങനെ ക്ലീൻ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് പോയി കേൾക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ കെമിക്കൽ ലബോറട്ടറി ഐഡൻറ്റിഫൈ ദ പ്രോട്ടോകോൾ നോട്ട് അഡ്ഹെറിങ് ടു പ്രോപ്പർ കെമിക്കൽ സ്റ്റോറേജ് സ്റ്റാൻഡേർഡ്. അതായത് പ്രോപ്പർ സ്റ്റാൻഡേർഡ് അല്ലാതെ, അതായത് നമ്മൾ കെമിക്കൽസ് സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. അപ്പം എന്താണ് ആ ഒരു സേഫ് ആയിട്ടുള്ള മെത്തേഡ് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൽ എ ഓപ്ഷൻ നോക്കിക്കേ, മെഥനോൾ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ ഫ്ലെയിം സേഫ്റ്റി ക്യാബിനറ്റ്. ശരിയല്ലേ, മെഥനോളൊക്കെ കത്തുന്ന സാധനങ്ങളാണ്, അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് വെക്കുക. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ, കെമിക്കൽ ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് പ്യുവർലി ബേസ്ഡ് ഓൺ ആൽഫബറ്റിക് ഓർഡർ. അല്ലേ, ഓരോ കെമിക്കൽസിനും ഓരോ സ്വഭാവമാണുള്ളത്. അത് നമുക്ക് അതുകൊണ്ട് ആൽഫബറ്റിക് ഓർഡറിൽ അടുക്കി വയ്ക്കാൻ പറ്റുമോ? ഇല്ല, അത് ശരിയാണ്. ഓപ്ഷൻ ഡി നോക്കിക്കേ, ആസിഡ് ആൻഡ് ബേസസ് ഷുഡ് ബി സ്റ്റോർഡ് സെപ്പറേറ്റ്ലി ഓർ വിത്ത് സഫീഷ്യൻറ്റ് ഡിസ്റ്റൻസ്. ആണല്ലോ, ആസിഡ് ആൽക്കലി നേരെ ഓപ്പോസിറ്റ് സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത് ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഓപ്ഷൻ ബി അതാണ് ഇതിൻ്റെ നമ്മളുടെ ശരിയായ ഉത്തരം. അതായത് തെറ്റായ പ്രോട്ടോകോൾ എന്താണ്, ഓക്സിഡൈസേഴ്സ് ആൻഡ് ഫ്ലെയിമബിൾ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ സെയിം ക്യാബിനറ്റ് ഫോർ ഈസി ആക്സസ്. അങ്ങനെ വെക്കാൻ പാടുണ്ടോ, രണ്ടും കൂടെ ഒന്നിച്ച് പറ്റത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ അല്ലേ. ദെൻ സേഫ് ഡിസ്പോസൽ ഓഫ് ബയോളജിക്കൽ സ്പെസിമെൻ ഷുഡ് ബി എൻഷോർഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്. അതായത് ബയോളജിക്കൽ സ്പെസിമെൻ എങ്ങനെയാണ് സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാന്നുള്ളതാണ്. ആക്ച്വലി ഇതിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് ജസ്റ്റ് ചെയ്യാനെന്ന് പറയാം. ഓപ്പൺ എയറിൽ ബേൺ ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്, കത്തിക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്, സിംഗിളിട്ട് കഴുകി എടുക്കാമെന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബാഗിലിട്ട് സീൽ ചെയ്ത് വെച്ചിട്ട് എപ്പോഴാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് അപ്പം അതുവരെയും ഈ സീൽ ചെയ്ത് ബാഗിൽ വെച്ചേക്കുക എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ. പക്ഷേ അല്ല, എങ്ങനെയാണ് നമ്മളൊരു ബയോളജിക്കൽ സ്പെസിമെൻ ഡിസ്പോസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്പെസിമെൻ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ആൻ ഓട്ടോക്ലേവബിൾ ബാഗ് എന്നാണ് കേട്ടോ. ബാഗ് ആൻഡ് ഓട്ടോക്ലേവ്ഡ് ഫോർ 1 hour. അതായത് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയത് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഒരു ആക്ച്വലി റിലേറ്റഡ് ടോപ്പിക് ആയതുകൊണ്ട് അങ്ങ് ഇട്ടതാണ്. നമ്മൾ ഓട്ടോക്ലേവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷേ എന്നാലും നമുക്കറിയാം എന്താണ് ബയോളജിക്കൽ സ്പെസിമെനൊക്കെ ഡിസ്കാർഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് ഓട്ടോക്ലേവ് ചെയ്ത് അത് എന്താ ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഓട്ടോക്ലേവ് ചെയ്തിട്ടേ നമ്മളിതൊക്കെ ഡിസ്പോസ് ചെയ്യത്തുള്ളൂ. സോ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ദെൻ ഫയർ കോസ്ഡ് ബൈ ഫ്ലെയിമബിൾ ലിക്വിഡ് ക്യാൻ ബി എക്സ്റ്റിങ്ക്വിഷ്ഡ് യൂസിങ്. അതായത് ഫ്ലെയിമബിൾ ലിക്വിഡ്സിൽ നിന്നുണ്ടാവുന്ന തീ അതിനെ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ്. ഫ്ലെയിമബിൾ ലിക്വിഡ്സിൽ നിന്നുള്ളതിൽ വെള്ളം എടുത്തൊഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഫയർ ബ്ലാങ്കറ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്താണ് ഫ്ലെയിമബിൾ ലിക്വിഡ്സിൽ നിന്നാണോ എന്തുണ്ടായത്, തീ ഉണ്ടായത്, നമ്മളപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുന്നു. സിമ്പിളാണ്. പിന്നെ സ്കാൾഡ് ആർ നോട്ട് കോസ്ഡ് ബൈ, അതായത് സ്കാൾഡ് ഉണ്ടാക്കാത്തത് എന്നുള്ളതാണ്. ഓപ്ഷൻ വരുന്നത് കോൺടാക്ട് വിത്ത് ഹോട്ട് ഒബ്ജക്റ്റ്. അതായത് ഹോട്ട് ഒബ്ജക്റ്റ് തൊടാന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ബേൺ ആണ് ഉണ്ടാവുക. സ്കാൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, മോയ്സ്റ്റ് ഹീറ്റ് അല്ലേ. അതായത് ഇപ്പോൾ ബാക്കി ഓപ്ഷൻസ് നോക്കിയാൽ ഹോട്ട് വാട്ടർ, ഹോട്ട് ഓയിൽ, സ്റ്റീം, അങ്ങനെയുള്ള മോയ്സ്റ്റ് ഹീറ്റ് വഴി ഉണ്ടാകുന്ന പൊള്ളലുകൾക്കാണ് നമ്മൾ ഈ സ്കാൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. അതൊരു പ്രീവിയസ് ക്വസ്റ്റൻ, ഇതൊക്കെ PYQ കേട്ടോ. വൺ ഓഫ് ദി കെമിക്കൽ ലിസ്റ്റഡ് ബിലോ ഈസ് സ്റ്റോർഡ് അണ്ടർ വാട്ടർ ടു പ്രിവെൻറ്റ് ഏതാണ് എക്സ്പ്ലോഷൻ. ഏതാണെന്നുള്ളതാണ് നിങ്ങൾക്കറിയാം. ഏതാണ് ഞാൻ ആ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്, പിക്രിക് ആസിഡാണ്. ഓർത്തിരിക്കുക, ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പിക്രിക് ആസിഡ് എപ്പോഴും വെള്ളത്തിനടിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്.
Then, before cleaning with the water, newly purchased soda lime glassware should be treated overnight with. നമ്മൾ പറഞ്ഞതാണ് സോഡ ലൈം ഗ്ലാസ്വെയറിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക, ഓവർനൈറ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പുതിയ സാധനം പർച്ചേസ് ചെയ്താൽ കൊണ്ടുവന്ന് 5% HCl യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ തിരിച്ചും ഉള്ളത് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയേക്കാം. Then, regarding setting of a standardized clinical biochemistry laboratory, which of the following statement is not correct? ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, the interior electric wiring should have a 3-wire system. ഓക്കെ, 3-wire system ഉണ്ടാവുക എന്നുള്ളത് നോക്കുക. ഈച്ച് ഇലക്ട്രിക് സോക്കറ്റ് ഔട്ട്ലെറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഓൺലി 1 അപ്ലയൻസസ്. അതും ഇതൊക്കെ നമ്മുടെ ലോജിക്കായിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ദെയർ ഷുഡ് ബി എ പ്രൊവിഷൻ ഫോർ ആൻ ഓർഡിനറി റെഫ്രിജറേറ്റർ ഫോർ സ്റ്റോറിംഗ് ഫ്ലെയിമബിൾ കെമിക്കൽസ്. ഓക്കെ, നോക്കുക, ഫ്ലെയിമബിൾ കെമിക്കൽസ് ഫ്രിഡ്ജിൽ വെക്കണം എന്നാണ് അവർ പറയുന്നത്. ഓപ്ഷൻ ഡി, ഓൾ കെമിക്കൽ ഷുഡ് ബി പ്രോപ്പർലി ലേബിൾഡ് വിത്ത് വാർണിംഗ്സ്. ഇതിൽ ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? 3-phase സിസ്റ്റം അല്ലെങ്കിൽ 3-wire സിസ്റ്റം വേണം എന്നുള്ളതും ഓരോ സോക്കറ്റ് ഓരോ അപ്ലയൻസസിനാണെന്നുള്ളതും അതുപോലെ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ലേബിൾ ചെയ്യണം എന്നുള്ളതും ഒക്കെ ശരിയല്ലേ? ഫ്രിഡ്ജിലാണോ ഫ്ലെയിമബിൾസ് ഒക്കെ കൊണ്ടുവയ്ക്കുക? സെപ്പറേറ്റ് ക്യാബിനറ്റിലെ സേഫ്റ്റി ക്യാബിനറ്റ് എന്നേ പറയുന്നുള്ളൂ. ഓരോന്നിനും ഫ്രിഡ്ജ് വേണമെന്നൊക്കെ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ടോ? ഇല്ല. ഓർഡിനറി ഫ്രിഡ്ജ് വേണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ കുറേയൊക്കെ നമ്മുടെ ലോജിക്ക് അനുസരിച്ചിരിക്കുവേ. Then, regarding automation in the laboratory, all the following statements are true except. നമ്മൾ ഓട്ടോമേഷനും ബയോകെമിസ്ട്രിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്, പക്ഷേ ഫസ്റ്റ് മോഡ്യൂളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റൻ ഇവിടെ വന്നത്. നമ്മളത് ബയോകെമിസ്ട്രിയിൽ എടുക്കാം കേട്ടോ. ജസ്റ്റ് ഓപ്ഷൻസ് വായിച്ചേക്കാം. ക്വസ്റ്റൻ ഒന്നുകൂടി പറയാം. റിഗാർഡിംഗ് ഓട്ടോമേഷൻ ഇൻ ദ ലബോറട്ടറി, ഓൾ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എക്സെപ്റ്റ്. ശരിയല്ലാത്തത് ഏത്? ഓട്ടോമേഷൻ. ഇതും സിമ്പിൾ ലോജിക്കാണ്. മിനിമൈസ് ദ വേരിയേഷൻ ഇൻ റിസൾട്ട്. ശരിയല്ലേ? ലോവേഴ്സ് ദ കോസ്റ്റ് പെർ ടെസ്റ്റ്. ഓട്ടോമേഷൻ വരുമ്പം ശരിയല്ലേ? യൂസ് സ്മോൾ എമൗണ്ട് ഓഫ് സാമ്പിൾ ആൻഡ് റിയേജൻറ്റ്. മതിയല്ലോ. ഓട്ടോമാറ്റിക് ആകുമ്പം നമുക്ക് സ്മോൾ എമൗണ്ട് മതി. ഇറ്റ് ക്യാൻ കറക്റ്റ് ഫോർ ഡെഫിഷ്യൻസീസ് ഇൻഹെറൻറ്റ് ഇൻ മെത്തഡോളജി. കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിൻ്റേതായിട്ടൊരു എന്തുണ്ട്, മെത്തേഡുണ്ട് വർക്ക് ചെയ്യുന്നതിന്. അതനുസരിച്ചേ വർക്ക് ചെയ്യുള്ളൂ അല്ലേ? ഓക്കെ. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ റിസൾട്ടിൽ മിസ്റ്റേക്ക് വരും, അത്രേ ഉള്ളൂ. ദെൻ വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ദ ഫ്ലൂയിഡ് യൂസ്ഡ് ടു ക്ലീൻ ബ്ലഡ് സ്റ്റെയിൻഡ് പിപ്പറ്റ്. ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള പിപ്പറ്റ് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളതാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതായത് ക്രോമിക് ആസിഡ് ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറയും. നമ്മൾ പറഞ്ഞതാണ് എന്ത്, ക്രോമിക് ആസിഡിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള എടുത്ത് ചോദിക്കുകയാണ്, ബ്ലഡ് സ്റ്റെയിൻഡ് പിപ്പറ്റൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നു വെച്ചാൽ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ, അതായത് പൊട്ടാസ്യം ഡൈക്രോമേറ്റും പിന്നെ സൾഫ്യൂരിക് ആസിഡും. പൊട്ടാസ്യം ഡൈക്രോമേറ്റും സൾഫ്യൂരിക് ആസിഡും. ക്രോമിക് ആസിഡ് സൊല്യൂഷനിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റും സൾഫ്യൂരിക് ആസിഡും സൊല്യൂഷൻ. ഓക്കെ, അതിനകത്താണ് മുക്കുന്നത് ബ്ലഡിൻ്റെ സ്റ്റെയിൻ പോകാൻ വേണ്ടിയിട്ട്. നെയിം ദ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. അതാണ് സെൻട്രിഫ്യൂജ്. ഞാൻ പറഞ്ഞു സെൻട്രിഫ്യൂജ്, ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ, ഇതൊക്കെ പറയാനുണ്ട്, പഠിച്ചു വെച്ചേക്കാം. നെയിം ദ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഇൻ എ ലിക്വിഡ് മിക്സ്ചർ ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. അതാണ് സെൻട്രിഫ്യൂജ്. സെൻട്രിഫ്യൂജിൽ മറ്റേ കണ്ടിട്ടില്ലേ, ഇട്ടിങ്ങനെ നമ്മൾ സ്പിൻ ചെയ്തിട്ട് ഇത്ര RPM റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചാണ് താഴെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലേ? യാ. ദെൻ ഹസാർഡ് സിമ്പിൾ വിത്ത് എ ഫ്ലെയിം ഓവർ എ സർക്കിൾ ഇൻഡിക്കേറ്റ്. ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫ്ലെയിം ഓവർ എ സർക്കിൾ. ഇതാണ് ആ ഒരു ഹസാർഡ് സിമ്പിൾ എന്ന് പറയുന്നത്. എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. 16ാമത്തെ ചോദ്യം. ഹസാർഡ് സിമ്പിൾ വിത്ത് എ ഫ്ലെയിം ഓവർ എ സർക്കിൾ ഇൻഡിക്കേറ്റ് എന്താണ്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഞാനിപ്പോൾ കാണിച്ച ആ സിമ്പിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇതാണ് നമ്മുടെ സിമ്പിൾ, ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ഗ്ലാസ് ഈസ് ഹൈലി റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ് ആൻഡ് കെമിക്കൽ കോമൺലി യൂസ്ഡ് ഇൻ ലാബ്? ഏതാണത്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പൈറക്സ് എന്ന് തന്നാലും ആൻസർ അതാണ്, ഓർത്തിരിക്കുക. പറഞ്ഞതാണ്. ദ ഡിസിൻഫെക്റ്റൻറ്റ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടു ക്ലീൻ ബ്ലഡ് സ്പിൽ ഓൺ ലബോറട്ടറി ബെഞ്ചസ്. നമ്മൾ അതും പറഞ്ഞതാണ് അല്ലേ? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ് സ്പില്ലിന് തടയാൻ വേണ്ടിയിട്ട് ഉള്ളത്. Then basic unit of volume in SI system used in laboratory is, അതും ജനറൽ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇത് ഫിസിക്സിൻ്റെ ഭാഗത്തു നിന്നും വരാം. എന്താ പറയുക, SI സിസ്റ്റത്തിൽ വോളിയത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റർ ആണ്. ദെൻ റെഡ് കളർ വേസ്റ്റ് ഡിസ്പോസൽ ബാഗ് ഇൻ ഹോസ്പിറ്റൽ ആർ മീൻ ഫോർ എന്താണ്? ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക് ആണ്. സിറിഞ്ച്, ഗ്ലൗസ്, ട്യൂബ്, അതാണ് ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക് ആണ് റെഡിൽ വിടുന്നത്. ദെൻ വാട്ട് ഷുഡ് ബി ഡൺ ഇമ്മീഡിയറ്റ്ലി ഇഫ് ആൻ ആസിഡ് സ്പിൽസ് ഓൺ യുവർ ഹാൻഡ് ഇൻ ദ ലാബ്? കയ്യിൽ ഇച്ചിരി ആസിഡ് വീണ് നിങ്ങൾ എന്താ ചെയ്യുക? ഓടിക്കൊണ്ടുപോയി റണ്ണിങ് ടാപ്പ് വാട്ടറിൽ കാണിക്കുക. അതാണ് ഫസ്റ്റ് അല്ലേ? വാഷ് വിത്ത് പ്ലെൻറ്റി ഓഫ് റണ്ണിങ് ടാപ്പ് വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ടെമ്പറേച്ചർ മെയിൻറ്റൈൻഡ് ഇൻ എ ലബോറട്ടറി റെഫ്രിജറേറ്റർ ഫോർ കെമിക്കൽ ഓർ റിയേജൻറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് 2 to 8 ഡിഗ്രി സെൽഷ്യസ്. ചിലപ്പോൾ ഓപ്ഷനിൽ 4 എന്നായിരിക്കും. നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ലാബിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2 to 8 എന്നുള്ളത് കോമൺ ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞില്ല, നമ്മൾ റെഫ്രിജറേറ്റർ അങ്ങനത്തെ സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഞാൻ എടുത്ത പാർട്സിൽ വീഡിയോയിലൊന്നും വന്നിട്ടില്ല. പക്ഷേ അതും നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതുകൊണ്ടാണ് കുറച്ച് ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്നും കൂടി ഉൾപ്പെടുത്തിയത്. യെസ്, ക്ലിനിക്കൽ പത്തോളജിയിലോട്ട് വരാണെങ്കിൽ നമ്മൾ ടെസ്റ്റിലുള്ള ആ ഒരു ക്ലിനിക്കൽ പത്തോളജിയുടെ പോർഷൻസൊക്കെ നമ്മൾ വായിച്ചു പോയായിരുന്നു. ഓക്കെ, അതിൽ പെടാത്തതും മേ ബി വരാം. അതായത് പല എക്സാമിലും ചോദിച്ച സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അങ്ങനെ പഠിച്ചു പോവുക. ദ കണ്ടീഷൻ വെയർ വി ഗെറ്റ് മിൽക്കി വൈറ്റ് യൂറിൻ. മിൽക്കി വൈറ്റ് യൂറിൻ എന്ന് പറയുന്നത് കൈലൂറിയാണ്. ഓക്കെ, കൈലൂറിയ. ദെൻ യൂറിനോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് വിച്ച് പ്രോപ്പർട്ടി ഓഫ് യൂറിൻ. യൂറിനോമീറ്റർ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ആണ്. വിച്ച് റിയേജൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. നമ്മൾ പറഞ്ഞു ബെൻഡിക്സ് റിയേജൻ്റ് ആണ്. ഫൗച്ചസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് വിച്ച് കമ്പോണൻറ്റ് ഇൻ യൂറിൻ. അത് നമ്മൾ പറഞ്ഞതാണ് ബൈൽ പിഗ്മെൻറ്റ് ഏത് ബിലിറൂബിൻ അല്ലേ. ഫൗച്ചസ് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ബൈൽ സോൾട്ടിന് പറഞ്ഞതാണ് അല്ലേ. ഹെയർ സർഫസ് ടെൻഷൻ ടെസ്റ്റ്, അങ്ങനെ ടെസ്റ്റൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പ്രസൻസ് ഓഫ് ഇൻടാക്ട് RBC ഇൻ യൂറിൻ ഈസ് ടേംഡ് ആസ് ഹെമറ്റൂറിയ. അത് തിരിച്ചും ചോദിക്കാം. വാട്ട് ഈസ് ഹെമറ്റൂറിയ എന്ന് പറഞ്ഞിട്ട് അതും ചോദിക്കാം, തിരിച്ചും മറിച്ചും ചോദിക്കാം. ഓക്കെ, ക്രിസ്റ്റൽസ് ഫൗണ്ട് ഇൻ ദ യൂറിൻ ഓഫ് എ പേഷ്യൻറ്റ് വിത്ത് സിവിയർ ലിവർ ഡിസീസ്. അത് വരുന്നത് ല്യൂസിൻ ആൻഡ് തൈറോസിൻ ക്രിസ്റ്റൽസ് ആണ്. നമ്മൾ ക്രിസ്റ്റൽസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു ചോദ്യം വന്നത് ഇങ്ങനെയാണ്, അതായത് ലിവർ ഡിസീസിൽ ഏതാണെന്നുള്ളതാണ്. ഓർത്തിരിക്കുക, ല്യൂസിൻ ആൻഡ് തൈറോസിൻ. ലിവർ ഓർക്കുക, ല്യൂസിൻ ആൻഡ് പിന്നെ തൈറോസിനുമാണ്. ദെൻ വിച്ച് പ്രിസർവേറ്റീവ് ഈസ് പ്രിഫേർഡ് ഫോർ 24-hour യൂറിൻ കളക്ഷൻ ഫോർ കെമിക്കൽ അനാലിസിസ്. കെമിക്കൽ അനാലിസിസിന് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ യൂറിൻ കളക്ഷനൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ കെമിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 24-hour യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ തൊളുവിൻ അല്ലെങ്കിൽ HCl ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്. തൊളുവിനോ HClോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. 24-hour യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുമ്പം കെമിക്കൽ അനാലിസിസിനാണെങ്കിൽ തൊളുവിൻ അല്ലെങ്കിൽ HCl നമ്മൾ യൂസ് ചെയ്യും. നെയിം ദ ടെസ്റ്റ് യൂസ് ടു ഡിറ്റക്ട് കീറ്റോൺ ബോഡീസ്. നമ്മൾ പറഞ്ഞായിരുന്നു റോത്തറാസ് നൈട്രോപ്രസൈഡ് ടെസ്റ്റ്. വാട്ട് ഈസ് ദ നോർമൽ pH റേഞ്ച് ഓഫ് എ ഫ്രഷ്ലി വോയ്ഡഡ് റാൻഡം യൂറിൻ സാമ്പിൾ. ആവറേജ് 6 ആണ്. 4.5 to 8 പറയാം. 6 ആണ് നമ്മുടെ സാധാരണ യൂറിൻ സാമ്പിളിൻ്റെ pH എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രഷ്ലി വോയ്ഡഡ് റാൻഡം യൂറിൻ സാമ്പിളിൻ്റെ pH 6 അല്ലെങ്കിൽ 4.5 to 8 ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് കാസ്റ്റ് ഫൗണ്ട് ഇൻ യൂറിൻ മൈക്രോസ്കോപ്പി ഇൻഡിക്കേറ്റ് ക്രോണിക് റീനൽ ഫെയിലുവർ. വാക്സി കാസ്റ്റ്, അതായത് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പം വാക്സി കാസ്റ്റ് നമ്മൾ ആ പിക്ചറിൽ കാണിച്ചതെന്ന് തോന്നുന്നു അല്ലേ. യെസ്, വാക്സി കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്രോണിക് റീനൽ ഫെയിലുവർ ആണ്. ദെൻ ഓർഗാനിസം സീൻ ഇൻ ദ സ്റ്റൂൾ മൈക്രോസ്കോപ്പി ഓഫ് ആൻ അമീബിക് ഡൈസെൻട്രി പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കാണ്. ഓക്കെ, അതിൻ്റെ ട്രോഫോസോയിറ്റ് അല്ലെങ്കിൽ സിസ്റ്റ് ആയിരിക്കും നമ്മൾ കാണുക. അമീബിക് ഡൈസെൻട്രി ആണെങ്കിൽ ഒക്കൾട്ട് ബ്ലഡ് ഇൻ സ്റ്റൂൾ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ യൂസിങ് വിച്ച് കെമിക്കൽ ടെസ്റ്റ്. ബെൻസിഡിൻ ടെസ്റ്റ് അല്ലെങ്കിൽ മറ്റൊരു ടെസ്റ്റാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. GUAIAC ടെസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വായിക്കാം. ഗുവാക് ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഗുവാക് ടെസ്റ്റ് ഇതാണ് എന്തെന്ന് പറയുന്നത്, മറ്റൊരു ടെസ്റ്റ്. ഈ ബെൻസിഡിൻ ടെസ്റ്റ് തന്നെ എപ്പോഴും ഓപ്ഷന് കാണുന്നില്ല. ഇത് ചോദിച്ചാലും അത് സ്റ്റൂളിലെ ബ്ലഡ് സാമ്പിൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. Then for semen analysis, what is the recommended period of sexual abstinence? 3 to 5 days. നമ്മളത് പറഞ്ഞായിരുന്നു. Complete absence of sperm in the semen is known as azospermia. നമ്മൾ പറഞ്ഞായിരുന്നു. ഒളിഗോസ്പെർമിയ കുറവുള്ള കണ്ടീഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പാൻഡീസ് ടെസ്റ്റ് ഈസ് പെർഫോംഡ് ഓൺ CSF ടു ഡിറ്റക്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പാൻഡീസ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. നമ്മുടെ CSFൽ ചെയ്യുന്ന ടെസ്റ്റാണെന്ന് പറഞ്ഞായിരുന്നു. അത് പ്രോട്ടീൻ അല്ലെങ്കിൽ ഗ്ലോബുലിൻ അഥവാ പ്രോട്ടീൻ ലെവൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാൻഡീസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ പറഞ്ഞതാണ്. സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ റിവിഷനായിട്ട് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. യെസ്, താങ്ക് യു ഗൈസ്. എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ടോപ്പിക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ നോക്കാം. അടുത്തത് ബയോകെമിസ്ട്രി ആണെന്നാണ് ആ ടെക്സ്റ്റിൽ. നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ ഓർഡറിൽ തന്നെ പോകാം. ഓക്കെ, അപ്പോൾ 50 മാർക്കിന് വേണ്ടിയിട്ടുള്ള MLT ഭാഗമാണ് ഇപ്പം ഞാൻ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, കീപ് ഗോയിങ്, പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുള്ളൂ. നിങ്ങൾ സ്ഥിരമായിട്ട് നോക്കുക. ഞാൻ എൻ്റെ വീഡിയോസ് മറ്റ് സബ്ജക്റ്റ് ഉണ്ടല്ലോ, എൻ്റെ വീഡിയോസ് MLTയുടെ ടോപ്പിക്കിൽ അല്ലാത്ത മറ്റ് ഭാഗങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് സോഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ പഠിക്കുക. മറ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആ സാധനങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, കൂടുതൽ പഠിച്ചു പോവുക. ഓക്കെ ഗൈസ്, താങ്ക് യു. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുന്നേ. താങ്ക് യു.